കുറേ സമയമായിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കുറേ സമയമായി ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കുറച്ച് നേരം നമുക്കൊന്ന് ശബ്ദങ്ങളില്ലാതെ ഒന്നിരുന്ന് നോക്കാം. എല്ലാവരും ഒന്ന് നിവർന്നിരിക്കോ? ഇരുന്നാണ്. എന്നിട്ട് ദൈവം ഈശ്വരൻ നമുക്ക് ഇന്ദ്രിയങ്ങൾ തന്നത്, നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ മൂക്ക്, ഇതൊക്കെ തന്നത് പുറത്തുള്ളത് കേൾക്കാനും കാണാനും ശ്വസിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അല്ലേ? ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്കാണ് ഈശ്വരൻ തുറന്നു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഈശ്വരൻ പുറത്തേക്കാണ് തുറന്നു വെച്ചിട്ടുള്ളത്. അപ്പം ഇതൊക്കെ അടച്ചു പിടിക്കുമ്പോഴാണ് നമ്മൾ അകത്തുള്ള കാഴ്ചകൾ കാണാം. അതുകൊണ്ടാണ് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ കണ്ണുകൾ അടച്ചു പിടിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ്റെ നെഞ്ചിൽ വീണ് നമ്മൾ കരയുമ്പോൾ നമ്മൾ കണ്ണടച്ചു പോകും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ ചൂടിലേക്ക് നമ്മളെ കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ കണ്ണുകൾ അടച്ചു പോകും. ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യനെ ചുംബിക്കുമ്പോഴോ ആ ചുംബനം കിട്ടുമ്പോഴോ നമ്മുടെ കണ്ണുകൾ അടഞ്ഞു പോകും. പ്രാർത്ഥിക്കുന്ന നേരങ്ങളിൽ നമ്മുടെ കണ്ണുകൾ അടഞ്ഞു പോകും. അതെന്താ? നമുക്ക് പുറത്തുള്ളതൊന്നും കാണണ്ട, അകത്തേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാനാണ്, അകത്തുള്ളത് മാത്രം കാണാനാണ് കണ്ണുകൾ അടച്ചു പിടിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം, കുറച്ച് സെക്കൻഡ്സ് നമുക്കൊന്ന് നമ്മുടെ കണ്ണുകൾ ഒന്ന് അടച്ചു പിടിക്കാം. ഇത്രയും നേരം പുറത്തേക്ക് മാത്രം നോക്കിയ, പുറത്തെ കാഴ്ചകൾ മാത്രം കണ്ട ആ കണ്ണിന് ഒരു സെക്കൻഡ് നേരം നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു പിടിക്കാം. ഓക്കെ? 3, 2, 1 സ്റ്റാർട്ട്. നമ്മുടെ ശ്വാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ജനിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്വാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഒന്ന് ശ്വസിക്കാൻ യന്ത്രങ്ങളുടെ സഹായം ആവശ്യമുള്ള 10,000-കണക്കിന് മനുഷ്യർ ആശുപത്രികളിലുണ്ട്. ശരിക്കൊരു ശ്വാസമെടുക്കാൻ, ഒരു ശ്വാസമെടുക്കാൻ സ്വന്തമായി കഴിയാതെ മെഷീനുകളുടെ സഹായത്തോടെ മാത്രം ശ്വസിക്കുന്ന, വെന്റിലേറ്ററിൽ കഴിയുന്ന 10,000-കണക്കിന് മനുഷ്യർ ആശുപത്രികളിലുണ്ട്. യാതൊരു തടസ്സവുമില്ലാതെ ശ്വസിക്കാൻ നമ്മെ അനുഗ്രഹിക്കുന്ന ആ മഹാശക്തിക്ക് നന്ദി പറയാം. ഈ ഭൂമിയിൽ നിന്ന്, കോടിക്കണക്കിന് മനുഷ്യരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടിയ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരുടെ മുഖങ്ങൾ ഒന്ന് മനസ്സിലോർത്തെടുക്കാം.
എൻ്റെ മനുഷ്യർ എന്ന് നമുക്ക് ധൈര്യപൂർവം പറയാവുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മുഖങ്ങൾ ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കാം. നമ്മളെ നമ്മളാക്കിയ മനുഷ്യർ, നമ്മളെ നമ്മളാക്കിയ മനുഷ്യർ. അവർക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി പറയാം. എൻ്റെ കൂടെ നിന്നതിന് നന്ദി. എൻ്റെ സങ്കടങ്ങളിൽ കൂടെ നിന്നതിന് നന്ദി. എൻ്റെ സന്തോഷങ്ങളിൽ എൻ്റെ കൂടെ നിന്നതിന് നന്ദി. എന്നെ ഞാനാക്കിയതിന് നന്ദി. എന്നെ കേട്ടതിന് നന്ദി. എനിക്ക് സ്നേഹം നൽകിയതിന് നന്ദി. എന്നോട് കരുണ കാണിച്ചതിന് നന്ദി. ഒന്നുകൂടെ നമ്മുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച് ശ്വാസത്തെ ശരിക്കും ആസ്വദിച്ച് അനുഭവിച്ച് പതുക്കെ കണ്ണ് തുറക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഒരു കൈ കൊടുക്കുകയോ ഒന്ന് കൈ കൂപ്പുകയോ ഒരു താങ്ക് യു പറയുകയോ ചെയ്തുകൊണ്ട് ഈ മനോഹരമായ സെഷൻ നമുക്ക് ഈ വൈകുന്നേരം ആരംഭിക്കാം. ഞാൻ ആലോചിക്കുന്നു, ഒരു അച്ഛന്, തീരെ വയ്യാത്തൊരച്ഛൻ, ആ അച്ഛനെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അച്ഛന് തീരെ വയ്യ. അച്ഛൻ്റെ കൂടെ തന്നെ ഒരു നഴ്സുണ്ട്. അച്ഛന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് അച്ഛൻ്റെ കൂടെ തന്നെ ഒരു നഴ്സുണ്ട്. ആ നഴ്സ് വൈകുന്നേരമായപ്പോൾ പോയി. പുതിയ നഴ്സ് ചാർജ് എടുക്കുകയാണ്. ആ പുതിയതായി ചാർജ് എടുത്ത നഴ്സിന് അച്ഛനെ കണ്ടപ്പോഴേ തോന്നി അച്ഛന് തീരെ വയ്യ. അച്ഛന് തീരെ വയ്യാതെ മാത്രമല്ല, മരണത്തിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നഴ്സിന് പേടിയായി. നഴ്സ് അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അച്ഛന് തീരെ വയ്യ, അച്ഛന് എന്തെങ്കിലും പറയാനുണ്ടോ? അച്ഛൻ്റെ മോന് പുറത്തിരിക്കുന്നുണ്ട്, ആ മോനെ ഇങ്ങോട്ട് അകത്തേക്ക് വിളിക്കണോ? മോനോട് എന്തെങ്കിലും പറയാനുണ്ടോ, ഏൽപ്പിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അച്ഛനതിന് മറുപടി ഒന്നും പറയുന്നില്ല. കാരണം ആ ചോദ്യം കേൾക്കാൻ കഴിയാത്തത്രയും ദൂരേക്ക് അച്ഛൻ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അച്ഛനൊന്നും പറഞ്ഞില്ല. അപ്പൊ നഴ്സ് എന്താ ചെയ്യണമെന്നറിയോ? നഴ്സ് പുറത്തിറങ്ങിയിട്ട് ആ മകനെ വിളിച്ചു, അകത്തേക്ക് ഓടി വരാൻ പറഞ്ഞു. ആ മകൻ ഓടി വന്ന് മോനോട് പറഞ്ഞു, അച്ഛൻ്റെ കൂടെ തന്നെ നിന്നോളൂ കേട്ടോ, അച്ഛന് തീരെ വയ്യ, അച്ഛൻ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവൻ അച്ഛൻ്റെ കൂടെ തന്നെ നിന്ന് അച്ഛനെ ഇങ്ങനെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച് അച്ഛൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിന്നു. അച്ഛൻ്റെ കൂടെ തന്നെ നിന്നു. ഞാൻ ഈ സ്റ്റേജിലേക്ക് കയറിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പൂക്കൾ നോക്കുകയായിരുന്നു. ഈ സ്റ്റേജിൽ കുറച്ച് പൂക്കൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ താഴെ ഉണ്ടോ? ഇത് പ്ലാസ്റ്റിക്കാണ്. അവിടെ ഓണത്തിൻ്റെ പൂക്കൾ ഇട്ടിട്ടുണ്ട്. അത് ഒറിജിനലാണ്. ഈ ഒറിജിനലായ പൂക്കളും പ്ലാസ്റ്റിക് പൂക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഈ പ്ലാസ്റ്റിക് പൂക്കൾ നാളെ ഉപയോഗിക്കാം, അടുത്ത വർഷം ഉപയോഗിക്കാം. കാരണം ഇത് വാടില്ല.
ഇത് തളരൂല, ഇത് നിറം മാറൂല, ഇത് വാടൂല. പക്ഷെ ആ ഒറിജിനൽ പൂക്കൾ അങ്ങനെയല്ല. ഇന്ന് രാത്രിയാകുമ്പോഴേക്ക് അതിൻ്റെ ആ ഭംഗിയൊക്കെ കുറയും. അതെന്തുകൊണ്ടാ? അത് ഒറിജിനലാ. അതാ നമ്മളില്ലേ, നമ്മൾ മനുഷ്യര്, നമ്മൾ പ്ലാസ്റ്റിക് അല്ല, നമ്മൾ ഒറിജിനൽ. നമ്മുടെ ഉള്ളിൽ മനസ്സ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആ മനസ്സിൻ്റെ മാറ്റങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വാടും, നമ്മൾ തളരും, നമ്മൾ കരയും, നമ്മൾ തകരും, നമ്മൾ തോറ്റുപോകും, നമ്മൾ ജയിക്കുകയും ചെയ്യും, നമ്മൾ മറക്കും, നമുക്ക് മടുക്കും, പക്ഷെ നമ്മൾ മടങ്ങി വരികയും ചെയ്യും. എന്താ കാരണം? നമ്മൾ കല്ലല്ല, നമ്മൾ പ്ലാസ്റ്റിക് അല്ല, നമ്മൾ മനുഷ്യന്മാരാണ്. ആ സദസ്സിലിരുന്ന ഒരാൾ കരഞ്ഞു. അയാൾക്ക് താങ്ങാനാവാത്ത എന്തോ ഉള്ളിലേക്ക് ഒഴുകി വന്ന് അയാൾ പൊട്ടിക്കരഞ്ഞു. എന്താ കാരണം? അയാൾ പ്ലാസ്റ്റിക് അല്ല, അയാൾ ഒറിജിനലാണ്. പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് സംഭവിക്കില്ല, ഒറിജിനലാണ്. നമ്മുടെ ഉള്ളിൽ മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായതുകൊണ്ട് ആ മനസ്സിൻ്റെ മാറ്റങ്ങളില്ലേ, അതൊക്കെ നമ്മളെയും ബാധിച്ചുകൊണ്ടിരിക്കും. മനുഷ്യരുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഏറ്റവും വലിയ സത്യമാണ്. എന്തിനാ ഈ നരിക്കുനിയിലെ ഇത്രയും മനുഷ്യർ ഇവിടേക്ക് ഓടി വന്നത്? നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഒന്നും തരൂല്ല, നിങ്ങളുടെ കയ്യിലേക്ക് ഒന്നും തരൂല്ല, ഒരു ലാഭവുമില്ല. പക്ഷെ നിങ്ങൾ ഇത്രയും മനുഷ്യര് ഇവിടെ വന്നതിനൊരു കാരണമുണ്ട്. ആ കാരണമാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അച്ഛൻ്റെ അടുത്ത് മകനിങ്ങനെ, മോന് അച്ഛൻ്റെ കൂടെ തന്നെ നിന്ന് നഴ്സ് വിളിച്ചപ്പോൾ ഓടി വന്നതാണ്. നഴ്സ് വിളിച്ചപ്പോൾ അവൻ ഓടി വന്ന് അച്ഛൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞു. അച്ഛൻ്റെ കൂടെ തന്നെ നിന്ന് അച്ഛനൊരു പിടച്ചിൽ, അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചപ്പോൾ ഡോക്ടർമാരും നഴ്സൊക്കെ ഓടി വന്ന് എല്ലാവരും അച്ഛൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ഈ മകനില്ലേ, ഈ മകനിങ്ങനെ സങ്കടത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോവാം. ഇറങ്ങിപ്പോകുന്ന സമയത്ത് നഴ്സിനോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം കേട്ട് നഴ്സ് ആകെ അമ്പരന്ന് പോയി. ഇതാരാണ്? അപ്പൊ നിങ്ങളുടെ അച്ഛനല്ലേ? അല്ല, എൻ്റെ അച്ഛനല്ല, എൻ്റെ അച്ഛൻ അപ്പുറത്തെ റൂമിലുള്ള. പിന്നെന്തിനാ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഓടി വന്നത്? പിന്നെന്തിനാണ് ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഓടി വന്നത്? അയാൾ പറഞ്ഞു, എന്നെ കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നി, അതുകൊണ്ട് ഓടി വന്നതാണ്. നഴ്സിനൊന്നും പറയാൻ കഴിയില്ല. നഴ്സ് ഇങ്ങനെ കൈകൂപ്പി കണ്ണൊക്കെ നിറഞ്ഞിട്ട് പറഞ്ഞു, മരിച്ചാലും മറക്കൂല. നമ്മളെ കൊണ്ട് എന്തോ ഒരു ആവശ്യം നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യർക്കുണ്ട് എന്ന് കേട്ടറിഞ്ഞ് ഈ കുന്ന് കയറി വന്നവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ പ്രദേശത്തുള്ള മനുഷ്യർ. നിങ്ങളെ കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ട്. നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യർക്ക്, നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യർക്ക് നമ്മളെ കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ട്. അതാ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥ ഉണ്ട്. 9 എന്ന സംഖ്യ 8 എന്ന സംഖ്യയെ അടിച്ചു. അപ്പൊ 8 ചോദിച്ചു, എന്നെന്തിനാ അടിച്ചേ? അപ്പൊ 9 പറഞ്ഞു, ഞാൻ നിന്നേക്കാൾ വലിയ ആളായതുകൊണ്ട്. നീ എന്നെക്കാൾ ചെറിയവനല്ലേ, ദുർബലനല്ലേ, എന്നെക്കാൾ ബലം കുറഞ്ഞവനല്ലേ, അതുകൊണ്ട് അടിച്ചു. ആണോ? എന്നാൽ ഞാനും അടിക്കും. ആരെ? 7-ന്, 7 6-ന്, 6 5-ന്, 5 4-ന്, 4 3-ന് നിശ്ചയമായും അടിച്ചു. 3 2-നെ അടിച്ചു, 2 1-നെ അടിച്ചു. ഒന്നിങ്ങനെ അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ആരുമില്ല, ഒരു പാവം 0 മാത്രമേ ഉള്ളൂ. അടിക്കാനൊന്നും തോന്നിയില്ല. 1 0-ത്തോട് ഇങ്ങനെ അടുത്തേക്ക് വരാൻ പറഞ്ഞു, വിളിച്ചു. 0 ഇങ്ങനെ മടിച്ച് 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 1-ന്റെ അടുത്തേക്ക് വന്ന് നിന്ന നിമിഷം ലോകം അവരെ രണ്ടാളെയും വിളിച്ചത് 10 എന്നായിരുന്നു. 0-ന് മാത്രമല്ല വില കൂടുക. നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യരെ നമ്മളിങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ അത് അവർക്ക് വേണ്ടിയല്ല എന്ന് ചേർത്ത് നിർത്തിയ നിമിഷം മുതൽ നമ്മൾക്കുണ്ടാകുന്നൊരു തിരിച്ചറിവുണ്ട്. അത് അവർക്ക് വേണ്ടിയായിരുന്നില്ല, അതെനിക്ക് വേണ്ടിയായിരുന്നു.
രോഗികളെ സന്ദർശിക്കാൻ പറയുന്നുണ്ട്, പുണ്യം. എല്ലാ മതങ്ങളിലും പുണ്യം. രോഗികളെ പോയിട്ട് കാണുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ്. രോഗികളെ പോയി കാണുന്നത് രോഗികൾക്ക് വേണ്ടിയല്ല എന്ന് രോഗികളെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു തിരിച്ചറിവുണ്ട്. അത് രോഗികൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. എൻ്റെ ഓട്ടത്തിനിടയിൽ ഞാൻ മറന്നു പോകുന്ന ചിലതുണ്ടായിരുന്നു. എൻ്റെ ബഹളങ്ങൾക്കിടയിൽ ഞാൻ കാണാതെ പോകുന്ന ചിലതുണ്ടായിരുന്നു. അത് കാണിച്ചു തരാൻ വേണ്ടി ഈശ്വരൻ എനിക്കയച്ച ക്ഷണപത്രങ്ങളാണ് ആ രോഗികളെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. സക്കാത്ത് എല്ലാ മതങ്ങളിലുണ്ട്. സക്കാത്ത് പല പേരാണ്. ദാനങ്ങൾ, ദാനം, ധർമ്മം. ക്രിസ്ത്യാനിറ്റിയിൽ പിന്നെ ദശാംശം എന്നാണ് പറയുക, 10 ദശാംശം. ഹൈന്ദവ ധർമ്മത്തിൽ ദാനം, ധർമ്മം എന്നൊക്കെ തന്നെയാണ് പറയാം. ഇസ്ലാമിൽ സക്കാത്ത് എന്നാണ് പറയുന്നത്. 2.5% സക്കാത്ത് നിർബന്ധമാണ് ഇസ്ലാമിൽ. 2.5% എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ പൈസ ഉണ്ട് അക്കൗണ്ടിൽ. ആ അക്കൗണ്ടിലുള്ള പൈസകൾ അതിൽ 2.5% നമുക്ക് ഹറാമാണ്, മറ്റുള്ളവരുടേതാണ്. അത് കൊടുത്താൽ അത് മാത്രമേ പോകുള്ളൂ. കൊടുത്തിട്ടില്ലെങ്കിൽ മുഴുവൻ പണവും നമുക്ക് അർഹതയില്ലാത്തതായി മാറും. അതാണ് 2.5%. നമ്മുടെ കയ്യിലൊരു ക്യാരറ്റോ അല്ലെങ്കിൽ ഒരു കക്കരിക്കയോ ഉണ്ടെങ്കിൽ ആ കക്കരി നമ്മൾ 10 കഷ്ണമാക്കിയിട്ട് മുറിക്കുക. ആ 10 കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം 4 കഷ്ണമാക്കിയിട്ട് മുറിക്കുക. ആ 4 കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം ഇങ്ങനെ എടുത്തു നോക്കിയാൽ അത് എത്ര ചെറുതായിരിക്കും? അതാണ് 2.5%. കക്കരി മുഴുവൻ കൊടുക്കണ്ട. കക്കരിയിൽ 10-1 പോലും കൊടുക്കണ്ട. ആ 10-1ന്റെ 4-1 അത് കൊടുക്കണം. ഇത് പൈസക്ക് മാത്രമേ ഉള്ളൂ. പൈസ എല്ലാവരുടെ കയ്യിലും ഇല്ലല്ലോ. പക്ഷെ എല്ലാവർക്കും സക്കാത്തില്ലേ? ഉണ്ട്. കാരണം പൈസക്ക് മാത്രമല്ല, നമ്മുടെ സമയത്തിനുണ്ട് സക്കാത്ത്. നമ്മുടെ സമയത്തിനുണ്ട് ദാനധർമ്മം. നമ്മുടെ സമയത്തിനുണ്ട് ദശാംശം. നമ്മുടെ പണത്തിനുള്ളത് പോലെ നമ്മുടെ ആരോഗ്യത്തിനുണ്ട്, നമ്മുടെ അറിവിനുണ്ട്, നമ്മുടെ യൗവനത്തിനുണ്ട്. നമ്മുടെ ചെറുപ്പമില്ലേ, നമ്മുടെ ചെറുപ്പത്തിനൊരു സക്കാത്തുണ്ട്. ആ ചെറുപ്പത്തിന്റെ സക്കാത്ത് എന്താണെന്ന് കുറെ കാലം കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുക. മനസ്സാഗ്രഹിക്കുന്നത് പോലെ ശരീരത്തിന് സഞ്ചരിക്കാൻ കഴിയാതെ നമ്മളിങ്ങനെ നിശ്ചലരാകുന്ന നിമിഷം നമുക്ക് മനസ്സിലാകും നമ്മുടെ ചെറുപ്പത്തിന്റെ സക്കാത്ത് എന്തായിരുന്നു. നമ്മുടെ കണ്ണിനുണ്ട് സക്കാത്ത്, നമ്മുടെ കാലിനുണ്ട് സക്കാത്ത്. നമ്മളെ ഇങ്ങോട്ട് വന്ന് കാണാൻ കഴിയാത്തൊരു മനുഷ്യനെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണുമ്പോൾ അത് നമ്മുടെ കണ്ണിൻ്റെ സക്കാത്താണ്. ആ മനുഷ്യനിലേക്കുള്ള നമ്മുടെ സഞ്ചാരം നമ്മുടെ കാലിൻ്റെ സക്കാത്തായിട്ട് മാറുക ചെയ്യണം. ഇതാ ഇപ്പൊ ഈ ഒരുമിച്ച് കൂടുന്ന നിമിഷങ്ങളില്ലേ, നമ്മുടെ സമയത്തിൻ്റെ സക്കാത്താണ്. നമ്മുടെ സമയത്തിൻ്റെ സക്കാത്താണ്. മദർ തെരേസയെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള അതിമനോഹരമായൊരു പുസ്തകമുണ്ട്. മദർ തെരേസയെ അറിയാലോ, അവര് ഇന്ത്യക്കാരിയല്ല, വേറെ ഒരു രാജ്യത്ത് ജനിച്ചു വളർന്ന ആളാണ്. ആ രാജ്യം 2 മനുഷ്യരെ കൊണ്ടാണ് പ്രസിദ്ധമായിട്ടുള്ളത്. ഒന്ന് ഒരു നോവലിസ്റ്റാണ്, ഇസ്മയിൽ ഖാലിദ് എന്നത്. രണ്ടാമത്തെ ആള് മദർ തെരേസയാണ്. പക്ഷേ ആ മദർ തെരേസ ജീവിക്കുന്നത് ആ നാട്ടിലല്ല, അൽബേനിയ ആണ് ആ രാജ്യം. അൽബേനിയയിൽ ജനിച്ചു വളർന്ന മദർ ജീവിക്കുന്നത് കൽക്കത്തയിലെ തെരുവിൽ എല്ലാവരാലും അകറ്റി നിർത്തപ്പെട്ട, അവഗണിക്കപ്പെട്ട, അറപ്പോടെ മാറ്റി നിർത്തപ്പെട്ട കുഷ്ഠരോഗികളുടെ കൂടെയാണ്. എല്ലാവരും ഇങ്ങനെ അടുത്തേക്ക് പോകാൻ പേടിച്ച മനുഷ്യരെ ചെന്ന് കെട്ടിപ്പിടിച്ചു. അതാണ് മദർ. ആ സ്ത്രീ കാലാകാലങ്ങളിൽ നമ്മുടെ മനസ്സിൽ സുന്ദരിയാണ്. ആ ചുളിഞ്ഞ ശരീരമുള്ള ആ വൃദ്ധയായ സ്ത്രീ നമ്മുടെ മനസ്സിൽ എന്നും സുന്ദരിയായിരിക്കും എന്നും. മദറിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ മദറിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു വിദേശ പത്രപ്രവർത്തകനാണ്. അയാൾ ചോദിക്കുന്നുണ്ട്, മദർ എന്താണ് ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാട്ട് ഈസ് യുവർ മിഷൻ? എന്താണ് മദർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു. മദർ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു ചെറിയ ഉത്തരം പറഞ്ഞ. മദർ പറഞ്ഞു, മോനെ, കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് തീരെ വയ്യ.
അവരധിക കാലമൊന്നും ഈ ലോകത്ത് ഉണ്ടാവില്ല. മരിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് പുഞ്ചിരിക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നതെന്ന്. എന്നിട്ട് പറഞ്ഞു, പറ്റുമെങ്കിൽ മോനും അങ്ങനെ ചെയ്യൂ. അത് കേട്ടപ്പോൾ അയാൾ കരഞ്ഞുപോയി. അയാൾ തന്നെ പറയാട്ടോ, കാരണം അയാളുടെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടിക്ക് അവളുടെ പഴയ പുഞ്ചിരി പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇയാൾ കാരണം. ഇയാൾ ആലോചിക്കുകയാണ്, എൻ്റെ ജീവിതത്തിലേക്ക് ആകെ ഒരു മനുഷ്യനെ വന്ന് ആ മനുഷ്യൻ്റെ പുഞ്ചിരി ഞാൻ കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതോർത്ത് അയാൾ കരയുക. ആ മനുഷ്യൻ്റെ ജീവിതം മാറിപ്പോയത് ആ ഒരൊറ്റ ചോദ്യം കാരണം. അയാൾ പിന്നെ ഒരു സന്യാസിയായിട്ട് മാറുക. അയാൾ മദറിനെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന് അയാൾ കൊടുത്തൊരു പേരുണ്ട്. ആ പേരുണ്ടല്ലോ, വല്ലാത്തൊരു പേരാണ്. ഈ അത്താണിയുടെ ഗേറ്റിൻ്റെ പുറത്ത് എഴുതി വെക്കാവുന്ന പേരാണ് കേട്ടോ. അത്താണിയുടെ ഗേറ്റിൻ്റെ പുറത്ത് എഴുതി വെക്കാവുന്ന പേര്. വേറൊന്നും വേണ്ട, ഇത് മാത്രം മതി. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന്, നീ എവിടെ പോയിട്ടാണ് വരുന്നത് എന്ന് ഇന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ അവരോട് പറയാവുന്ന ഒരു ഉത്തരമാകുന്ന പേരാണ്. അതാണ് എന്താണെന്നറിയോ? സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. അതാ പേര്. സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. 60-70 കൊല്ലം ജീവിച്ചൊരു മനുഷ്യൻ, അയാളുടെ കുറച്ച് നേരം, അയാളുടെ കുറച്ച് സമ്പത്ത്, അയാളുടെ കുറച്ച് സമയം സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്, ഈശ്വരന് വേണ്ടി, പടച്ചോന് വേണ്ടി എന്തെങ്കിലും കുറച്ച്, പടച്ചോന് വേണ്ടി എന്തെങ്കിലും കുറച്ച്. മദർ തെരേസയുടെ ആത്മകഥയ്ക്ക് കൊടുത്ത പേരാണത്. ആന്റണി ഡി മെല്ലോ എന്നൊരു ഇംഗ്ലീഷ് എഴുത്തുകാരനുണ്ട്, ആന്റണി ഡി മെല്ലോ. അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ കഥകളുടെ ഒരു ചെറിയ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് പ്രെയർ ഓഫ് ദ ഫ്രോഗ് എന്നാണ്. പ്രെയർ ഓഫ് ദ ഫ്രോഗ്. അതിലൊരു കഥ പറയുന്നുണ്ട്. 2 ചങ്ങാതിമാരുടെ കഥയാണ്. അതിലൊരു ചങ്ങാതി യുദ്ധത്തിന് പോയതാണ്. യുദ്ധത്തിന് പോയ ഒരാൾ തിരിച്ചു വരുന്നില്ല. യുദ്ധത്തിന് പോയ ഒരാൾ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ, അയാൾ മരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇയാൾക്ക് സമ്മതിക്കാൻ കഴിയണ്ടേ? ഇയാൾ സമ്മതിക്കില്ല. എൻ്റെ സുഹൃത്തിനെ തെരഞ്ഞു പോകുമെന്ന് പറയാം. അങ്ങനെ ഇയാൾ പോയി. പോകുന്ന സമയത്ത് കുറേ ആളുകൾ ഇയാളോട് പറയുന്നുണ്ട്, എടാ പോണ്ട, യുദ്ധത്തിന് പോയ ഒരാൾ മരിച്ചിട്ടുണ്ടാവും, വെറുതെ പോണ്ട, ജീവനോടെ കാണാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇയാൾ സമ്മതിക്കാതെ ചങ്ങാതിയെ കാണാൻ പോയി. തിരിച്ചു വരുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചങ്ങാതി മരിച്ചിട്ടുണ്ട്. അയാളുടെ ഡെഡ് ബോഡി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആളുകളൊക്കെ എന്നോട് പറഞ്ഞു, ഞങ്ങൾ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ ജീവനോടെ അവനും കിട്ടൂല പറഞ്ഞില്ലേ, നീ പോയത് വെറുതെ ആയില്ലേ, ഡെഡ് ബോഡി അല്ലേ കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു, എടാ അങ്ങനെ പറയില്ലേ, അങ്ങനെ പറയില്ലേ, ഞാൻ ചെല്ലുന്ന സമയത്ത് ഇവന് ജീവൻ ഉണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞു, എനിക്കത് മതി, ഇനിയുള്ള ആയുസ് മുഴുവനും നീന്തിക്കടക്കാൻ എനിക്കൊരാ വാക്കിൻ്റെ തുമ്പ് മതി. അവൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞെന്താണെന്നറിയോ? എനിക്കറിയാമായിരുന്നു നീ ഇവിടെ വരുമെന്ന്. 800 കോടി മനുഷ്യന്മാരിൽ നിന്ന് എന്നെ തെരഞ്ഞൊരാൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. എനിക്കത് മതി. എടാ, ആയുസ്സിലൊരിക്കലെങ്കിലും, നമ്മുടെ ആയുസ്സിലൊരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മളോട് ഈ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ കുറച്ചു കാലം ജീവിച്ചതിന് ഒരർത്ഥം ഉണ്ടായിരുന്നു. എനിക്കറിയാമായിരുന്നു കുട്ടികളെ നിങ്ങളിവിടെ വരുമെന്ന്. എന്ന് ജൂൺ മാസത്തിൽ ചോർന്നൊലിക്കുന്ന നേരങ്ങളിൽ മക്കളെ സ്കൂളിലേക്ക് അയക്കാൻ പൈസയില്ലാതെ, അവർക്ക് വേണ്ടതൊക്കെ വാങ്ങാനോ പണമില്ലാതെ ഇങ്ങനെ ഗതികെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു അമ്മയോ ഉമ്മയോ നമ്മളെ കണ്ടിട്ട് പറയാം, എനിക്കറിയായിരുന്നു നിങ്ങളിവിടെ വരുമെന്ന്. ഓണമോ വിഷുവോ പെരുന്നാളോ ക്രിസ്മസോ ആയിട്ട് നല്ലൊരു ഭക്ഷണം വാങ്ങാൻ പോലും കഴിയാതെ ഇങ്ങനെ നിശ്ചലരായി പോകുന്ന മനുഷ്യരുണ്ട്. പൈസ ഇല്ലാതെ ജീവിക്കാൻ തന്നെ പൈസ ഉണ്ടാവില്ല. പിന്നെയാണോ ആഘോഷം? ആഘോഷങ്ങളില്ലാതെ പോകുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരിലേക്ക് നമ്മളിങ്ങനെ അവർക്ക് വേണ്ടതായിട്ട് കയറി ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ പറയൊന്നുമില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ ഈ വാക്കുണ്ടാവും, എനിക്കറിയാമായിരുന്നു നിങ്ങളിവിടെ വരുമെന്ന്. ആയുസ്സിൽ ഒരിക്കലെങ്കിലും
അതാ വിശുദ്ധ ഖുർആനിൽ പഠിച്ചോൻ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരാൾ വേറൊരാളെ കൊന്നാൽ, അന്യായമായി വധിച്ചാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും വധിച്ചതുപോലെയാണ്. കേട്ടിട്ടില്ലേ ഇത്? അല്ലേ? ഒരാൾ വേറൊരാളെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നതുപോലെയാണ്. അത് നമുക്ക് മനസ്സിലായി. പക്ഷെ അതിൻ്റെ തൊട്ട് ശേഷം പറയുന്നത് എന്താണെന്നറിയോ? ആരെങ്കിലും വേറൊരാൾക്ക് ജീവൻ കൊടുത്താൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ജീവൻ കൊടുത്തതുപോലെയാണ്. നമുക്ക് ജീവൻ കൊടുക്കാൻ കഴിയോ? ജീവൻ കൊടുക്കൽ ഇതൊക്കെയാണ് ജീവൻ കൊടുക്കൽ എന്ന് പറയുന്നത്. ജീവിതം ഇങ്ങനെ നിശ്ചലമായി പോകുന്ന മനുഷ്യർക്ക്, കരഞ്ഞ് കണ്ണീര് മാത്രമായി പോയ ജീവിതമാകുന്ന മനുഷ്യർക്ക് ഒരാൾ അവരുടെ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ, കണ്ണീരിങ്ങനെ തുടക്കുമ്പോൾ, അവർക്ക് ജീവിക്കാനൊരു പ്രചോദനമായി തീരുമ്പോൾ എന്താ സംഭവിക്കണമെന്നറിയോ? അവർക്ക് ജീവൻ കൊടുക്കുന്നത് പോലത്തെ സംഭവം നമ്മൾ മനുഷ്യരുടെ മനസ്സിൽ ഇങ്ങനെ ബാക്കിയാവുകയോ. നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടിയെ സന്യാസത്തിലേക്ക് നേർച്ചയാക്കും മാതാപിതാക്കൾ. എനിക്കൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ ഞാൻ സന്യാസിയാക്കും. അങ്ങനെ കുട്ടി ഉണ്ടായാൽ കുട്ടി ഇങ്ങനെ വളർന്ന് കൗമാരപ്രായം എത്തുന്ന സമയത്ത് ഒരു ചടങ്ങുണ്ട്, സന്യാസത്തിൻ്റെ ചടങ്ങാണ്. ഉപനയനം എന്ന് പറയാം. ഉപനയനം കേട്ടിട്ടുണ്ടോ വാക്ക്? അല്ലേ? ഉപനയനം കൗമാരത്തിൽ നടക്കുന്ന ചടങ്ങ്. ഈ ഉപനയനത്തിൻ്റെ സമയം മുതൽ ഈ കുട്ടി പിന്നെ സന്യാസത്തിലേക്കുള്ള യാത്രയായി. അച്ഛന് കുട്ടി പോയി. ഇനി അച്ഛന് കുട്ടി അച്ഛൻ്റേത് മാത്രമല്ല, കോടിക്കണക്കിന് മനുഷ്യരുടേതായി മാറുക കുട്ടി. പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട്. ആ ചടങ്ങിൻ്റെ ദിവസമില്ലേ അച്ഛൻ്റെ സമ്പത്ത് ദാനം ചെയ്യും വേണം. ഏറ്റവും വലിയ സമ്പത്താണ് പോയത് കുട്ടി. അത് മാത്രം പോരാ, അച്ഛൻ്റെ സമ്പത്ത് ദാനം ചെയ്യും വേണം. അങ്ങനെ സമ്പത്തും മകനും നഷ്ടപ്പെട്ട് നിൽക്കുന്ന അച്ഛനും അന്ന് മുതൽ കിട്ടുന്ന ഒരു പേരുണ്ട്. അന്ന് മുതൽ ആ അച്ഛന് കിട്ടുന്ന ഒരു പേരുണ്ട്. എന്താണെന്നറിയോ? വിശ്വജിത്ത് എന്ന്. വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ്. ജിത്ത് എന്ന് പറഞ്ഞാൽ ജയിച്ചടക്കിയവെന്നാണ്. ലോകം മുഴുവനും കിട്ടിയ ആള്. ആരെക്കുറിച്ചെന്നറിയോ? എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ കുറിച്ച്. കാരണം അയാൾക്ക് കിട്ടി. ഒരായുസ് കൊണ്ട് ഒരു മനുഷ്യന് കിട്ടേണ്ടത് അയാൾക്ക് കിട്ടി. അതെ, ലോകം മുഴുവനും നേടിയ ഒരാളായി മാറുന്നത് എപ്പോഴാണെന്നറിയോ? എന്തെങ്കിലും നഷ്ടപ്പെടുത്തുന്ന മനുഷ്യന്മാർ മാത്രം. നമ്മൾ മനുഷ്യർ എന്ന നിലയ്ക്ക് എന്തൊക്കെ ഫീലിങ്സാണ് നമ്മൾ അങ്ങോട്ടോട്ട് ഷെയർ ചെയ്യണം. നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസിൻ്റെ ഒരു കാടാണ് മനസ്സിൻ്റെ ഉള്ളിൽ. ആ കാട്ടിൽ എത്രയേറെ ഇമോഷൻസ് ഉണ്ട്. നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്, കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എടാ, എന്നാൽ ഒരൊറ്റ സാധനം മാത്രം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ബാക്കിയോ? നമ്മളെ 100 കണക്കിന് മാഷന്മാരും ടീച്ചർമാരും പഠിപ്പിച്ചില്ലേ? ചെറിയ കുട്ടിയായത് മുതൽ നമ്മൾ എത്ര ടീച്ചർമാരെയും മാഷന്മാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മാഷുടെ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലൊരു പേര് വരും, ഒരു മുഖം വരും. അതാരായിരിക്കും? നമ്മളെ ഏറ്റവും നന്നായി പഠിപ്പിച്ച മാഷോ ടീച്ചറോ ആവണമെന്നില്ല. പിന്നെയോ നമ്മളോട് എന്തോ ഒരു സ്നേഹം കാണിച്ചാൽ, അതെ, നമ്മളോട് എന്തോ ഒരു കരുണ കാണിച്ച ഒരാൾ അയാളെ മറക്കൂല. അതാണ് ലോകത്ത് എന്തെല്ലാം ഫീലിങ്സ് മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു മാഷ് പറഞ്ഞൊരു അനുഭവമുണ്ട്. അദ്ദേഹം ഒരു രാത്രിയിൽ മാനന്തവാടിയിലേക്ക് KSRTCയിൽ പോവാം. അപ്പോൾ ഈ ചുരം കയറാൻ തുടങ്ങിയ സമയം മുതൽ ഒരാളിങ്ങനെ ഛർദ്ദിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ചുരം കയറി കഴിഞ്ഞതോടെ ഇയാൾ ഛർദ്ദിച്ചപ്പോൾ ആ സൈഡിലുള്ള മുഴുവൻ ആളുകൾ എഴുന്നേറ്റു. ആരും പിന്നെ ആ സൈഡിൽ ഇരിക്കണില്ല. അറപ്പോടുകൂടി അയാളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക. എല്ലാവരും ഇങ്ങനെ അയാളെ മാറ്റി നിർത്തി. നമ്മുടെ ഈ മാഷ ഏറ്റവും പിറകിലാണ്. മാഷിന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്.
അയാൾക്ക് എന്തെങ്കിലും ഒന്ന് വെള്ളം കൊടുക്കണമെന്നോ ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷെ മാഷ് പറയാം, അപ്പോഴേക്കും ഒരാൾ അയാളുടെ അടുത്തേക്ക് ഓടി വന്ന്, ഈ ഛർദ്ദിച്ച് നിൽക്കുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് ഒരാൾ ഓടി വന്ന് പുറത്തിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്, വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ആ വെള്ളക്കുപ്പി കണ്ടാൽ അറിയാം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ്. വെള്ളം കൊടുക്കുന്നുണ്ട്, അയാൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, താഴെ പേപ്പറൊക്കെ വിരിച്ച് വൃത്തിയാക്കുന്നുണ്ട്, ആശുപത്രി പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. അയാൾ കംഫർട്ടായി. അപ്പൊ നമ്മുടെ ഈ മാഷ് പറയാ, എനിക്ക് ആ പയ്യനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അത് ആരാന്നറിയോ? ബസ്സിലെ കണ്ടക്ടറാ, KSRTCയിലെ കണ്ടക്ടറാ. അധികം പ്രായമൊന്നുമായിട്ടില്ല, ജോലിയിൽ കയറിയിട്ട് കുറച്ചായിട്ടുണ്ടാവുള്ളൂ, അത്രയും ചെറിയ പ്രായമാണ്. ആ മാഷ് പറയാം, എനിക്ക് അവനോട് എന്തെങ്കിലും പറയണമെന്നുണ്ട്. ആൾക്കാരുടെ ഇടയിൽ നിന്ന് പറയാനൊരു മടി. മാഷ് മാനന്തവാടിയിൽ ബസ് എത്തുന്നത് വരെ കാത്തിരുന്ന്, ബസ്സെത്തി, എല്ലാവരും ഇറങ്ങി, ഇവനും മാഷും മാത്രമായി ബസ്സിൽ. ഞാൻ ആ പൈസ ഒക്കെ എണ്ണി നോക്കുന്ന സമയത്ത് മാഷ് പറയാം, ഞാൻ അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. ഞാനിങ്ങനെ അവൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്, അവന് കറുത്ത തുണിയാണ് കൊടുത്തിരിക്കുന്നത്. ശബരിമലയ്ക്ക് അയ്യപ്പനെ കാണാൻ പോകുന്ന ആളാ, അയ്യപ്പനാ. ഞാനവനോട് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, എനിക്ക് അപ്പം അതാണ് പറയാൻ തോന്നിയത്. ഞാൻ അവനോട് പറഞ്ഞു, നീ എന്തിനാണ് അയ്യപ്പനെ കാണാൻ പോകുന്നത്? നീ തന്നെയാണ് അയ്യപ്പൻ. നീ എന്തിനാണ് അയ്യപ്പനെ കാണാൻ പോകുന്നത്? എടാ, നീ ചെയ്തത് തന്നെയാണ് അയ്യപ്പൻ പറഞ്ഞ കാര്യം. കാണാൻ പോകേണ്ട ആളല്ല ഇയാളത് എന്ന് പറഞ്ഞു. കരുണ, ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഇങ്ങനെ മറഞ്ഞു കിടക്കുന്ന ആ കരുണയെ ഇങ്ങനെ പൊടി തട്ടിയെടുക്കാൻ ഈശ്വരൻ ചില അവസരങ്ങൾ നമുക്ക് തരും. ആ അവസരങ്ങളിൽ നിന്ന് ആ കരുണയെ ജീവിപ്പിക്കുക എന്നുള്ള ഒരു ജോലി നമ്മുടെ ആയുസ്സിൽ നമ്മൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. ഞാൻ 2010 മക്കയിൽ പോയിട്ട് ഉംറ ചെയ്തത്, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെ. അപ്പോൾ നോമ്പിനായിരുന്നു ഉംറ. നോമ്പിന് ഉംറ ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും തിരക്കായിരിക്കും. അതുകൊണ്ട് കഅബയുടെ അടുത്തേക്ക് പോകാനൊന്നും കഴിയില്ല. കഅബയിലൊരു പ്രത്യേക സ്ഥലമുണ്ട്, ഒരു ചെറിയൊരു സ്പേസ്. ആ സ്പേസിൽ നമ്മളിങ്ങനെ കൈ വെച്ച്, ഇങ്ങനെ രണ്ട് കൈയും ഇങ്ങനെ വെച്ച് നമ്മുടെ നെഞ്ച് കഅബയിലേക്ക് ഇങ്ങനെ ആ ചുമരിലേക്ക് ചാരി നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് നബി പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ആ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ ആളുകൾ എപ്പോഴും തിക്കും തിരക്കെഴുതും. അത്രയും തിരക്ക് പിടിച്ച സ്ഥലമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടക്കില്ല. പക്ഷെ ഞാനും അവനും ഒരു ദിവസം അതിനുവേണ്ടി ഇറങ്ങി, പാതിരാത്രിയിൽ ഇറങ്ങി, കുറേ സമയം കാത്തിരുന്ന് ആ സ്ഥലം കിട്ടി. കുറച്ച് സമയം ഞങ്ങൾ രണ്ടാളും അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ ഞാൻ അവനോട് വെറുതെ ഒരു കൗതുകത്തിൽ ചോദിച്ചു, ഇതെന്താ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു. ആയുസ്സിൽ ഏറ്റവും പ്രഷ്യസായ സ്ഥലത്ത്, ഏറ്റവും പ്രഷ്യസായ ദിവസത്തിൽ, നോമ്പിൻ്റെ വിശുദ്ധമായ മനസ്സോട് ആ പാതിരാത്രിയിൽ ആ ഏറ്റവും വില കൂടിയ സ്ഥലത്ത് വെച്ച് നീ എന്താണ് പഠിച്ചവനോട് പ്രാർത്ഥിച്ചത് എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ ചങ്ങാതി എന്നോട് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഒരിക്കലും മറക്കാത്തിരുന്നത്. അവൻ എന്നോട് പറഞ്ഞു, എടാ എനിക്ക് 3 ആൺകുട്ടികളാണ്. ഞാൻ പഠിച്ചവനോട് പറഞ്ഞു, പഠിച്ചവനെ, എൻ്റെ കുട്ടികൾ നാട്ടുകാർക്ക് ഗുണമുള്ള മനുഷ്യരാകണമേ, എനിക്കല്ല. എൻ്റെ നാട്ടുകാർക്ക് അവരെവിടെയാണോ ജീവിക്കുന്നത് അവിടെ ഒരു മനുഷ്യനൊരു പ്രശ്നം വന്നാൽ എൻ്റെ കുട്ടികളെ തിരഞ്ഞു വരണം, എൻ്റെ കുട്ടികളെ അവർ കാത്തിരിക്കണം, എൻ്റെ കുട്ടികൾ അവർക്ക് അവൈലബിൾ ആവണം. നാട്ടുകാർക്ക് ഉപയോഗമുള്ള